വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ മെസൂസ വോയിസിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം മനോഭാവത്തെ മാറ്റുവാൻ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില എപ്പിസോഡുകളിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് നിങ്ങൾ കണ്ടു. അവരുടെ എല്ലാം ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ എന്തിനധികം വറ്റിപ്പോയ കിണറിലെ വെള്ളം പ്രാർത്ഥനയിലൂടെ വെള്ളം ചാടിയെങ്കിൽ ഈ വേനൽക്കാലത്ത് വെള്ളം വറ്റിപ്പോയ കിണറുകളിൽ അത്ഭുതം ചെയ്യുന്നു ദൈവമെങ്കിൽ നിങ്ങളുടെ വറ്റിപ്പോയ സാമ്പത്തിക അവസ്ഥയിലും വറ്റിപ്പോയ ഏതൊക്കെ മേഖലകളാണ് നിങ്ങൾക്ക് ഒരു ഡ്രൈനസ് ഉള്ളത് അവിടെയെല്ലാം ദൈവം വലിയ ഉറവകൾ തുറക്കട്ടെ. ഏതായാലും എല്ലാ പ്രോഗ്രാമും മാറ്റി ഈ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ അടുക്കിലേക്ക് ഈ സന്ദേശം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നുള്ള സന്ദേശമായി ഓടി വരുവാൻ ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്, സന്തോഷമുണ്ട്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യങ്ങൾ 6:2 നിന്ന് "Thou art snared with the words of thy mouth. Thou art taken with the words of thy." നിൻ്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, മൊഴികളാൽ പിടിക്കപ്പെട്ടു. സ്നേർ. ഇത് വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതിലൊരു കെണിയുണ്ടെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡിൽ ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞു. പിശാചെന്ന് പറയുന്നത് 2 കൊമ്പും വാലും കൂർത്ത വല്ലും നഖമൊന്നുമായിട്ട് നമ്മുടെ ചുറ്റും കളിക്കുന്നവനല്ല. അവൻ അങ്ങനെ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സിനെ കിട്ടിയാൽ അവന് നമ്മെ കിട്ടി, നമ്മുടെ മനസ്സ് കിട്ടിയാൽ നമ്മെ കിട്ടി. ഇതുപോലെ അടുത്ത് നമ്മെ ചതിക്കാൻ ഉപയോഗിക്കുന്ന ഒരായുധം എന്ന് പറയുന്നത് നമ്മുടെ നാവ് അല്ലെങ്കിൽ നമ്മുടെ വാ നമ്മൾ സൂക്ഷിച്ചേ പറ്റും. അത് നമ്മൾ തന്നെ അറിയുന്നില്ല. യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: എന്നെ ഉപദേശിക്ക്, ഞാൻ മിണ്ടാതിരിക്കാം, ഏതിൽ തെറ്റുപറ്റിയെന്ന് എനിക്ക് ബോധം വരുത്തുമെന്ന്. അപ്പോൾ യോബിൻ്റെ അവസ്ഥ ആർക്കും ഉണ്ടാകരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ യോബ് പറയുകയാണ്, ഈ നാശത്തിനും ഈ നഷ്ടത്തിനും ഈ കഷ്ടത്തിനും ഈ ബന്ധനത്തിനും എല്ലാം കൂടെ കാരണം എവിടെയോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്നോട് ഉപദേശിക്ക്, ഞാൻ മിണ്ടാതിരിക്കാം. കാരണം അപ്പോൾ എൻ്റെ സംസാരത്തിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്നല്ലേ അതിൻ്റെ അർത്ഥം. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞു നോക്കിയേ? നിങ്ങൾ പറയുന്ന ഏത് ചെറിയ കാര്യത്തിനും വാക്കിനും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. എപ്പോൾ? ന്യായവിധി ദിവസത്തിൽ. ഞാൻ ആദ്യം ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പറയും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആശിച്ചത് അതെന്നോ വരാൻ പോകുന്നൊരു കാലത്തല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. അത് നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിനും അപ്പോഴേ തന്നെ അതിൻ്റെ ന്യായവിധി വന്നു കഴിഞ്ഞു. അല്ലാതെ ഫ്യൂച്ചർ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചല്ല അത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കും ഒരിക്കൽ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു പോയാൽ അതിൻ്റെ റിസൾട്ട് ആ സമയത്ത് വരും. അതിന് സദൃശവാക്യങ്ങൾ 18-20-21 വായിക്കുക. ഞാനിപ്പോൾ 21 പറയാം. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം കൂടെ കണക്റ്റഡാണ്. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഫലം ആരാ കൊയ്യുന്നത്? അത് ഇച്ഛിക്കുന്നവൻ. അപ്പോൾ നമ്മൾ ആരും മരണം ഇച്ഛിക്കുന്നവനല്ല. ഇവിടെയാണ് ശത്രുവിൻ്റെ കളി. അതുകൊണ്ടാണ് 39-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും: ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായിനെ ഞാൻ കടിഞ്ഞാണിടുമെന്ന് ഞാൻ തീരുമാനിച്ചു. 24/7 ദുഷ്ടൻ മുന്നിലിരിക്കുകയാണ്. ഇവൻ എൻ്റെ മുന്നിലിരിക്കുമ്പോൾ എൻ്റെ വായിനെ ഞാൻ സൂക്ഷിക്കും. കാരണം നമ്മുടെ വായുടെ കീഴിൽ വന്നിരിക്കുകയവൻ. നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് കിട്ടിയാൽ മതി, അതിലവൻ പണിയെടുത്തോളൂ. വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് കൊല്ലാം. വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ മുറിവേൽപ്പിക്കാം. വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ വളർത്താം. ഒരു വാക്കിലാണ് ചില ആത്മഹത്യകളൊക്കെ നടന്നത്. ഒരു വാക്ക്. എറണാകുളത്തൊരു സ്ഥലത്ത്
അമ്മ പറഞ്ഞതാ, നീ എവിടെങ്കിലും പോയി ചാകടാ. ഒരു വാക്ക്. ഒരിക്കലും അമ്മ വിചാരിച്ചില്ല ആ ചെറുക്കൻ അങ്ങനെ ചെയ്യുന്നു. ആ വാക്കോടുകൂടെ അനപ്പള്ളി കയറി കെട്ടിത്തൂങ്ങി. എന്നെ കേൾക്കുന്ന അനേകരുടെ ഭവനത്തിൽ ഇങ്ങനത്തുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു വാക്കിലാണ് കുടുംബജീവിതങ്ങൾ തകരുന്നത്. ഒരു വാക്ക്. കാരണം ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ പദം അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആ വാക്ക് അവൾ ഉപയോഗിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കാനായി. അപ്പോൾ വാക്കിന് പോകുന്ന ആ ഡെപ്ത് കണ്ടോ? ഒരു വാക്കുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കാരണം ജീവനും മരണവും അതിൻ്റെ അധികാരം ഇരിക്കുന്നത് ഈ വാക്കിലാണ്. അപ്പോൾ നിൻ്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. കാരണം അതാ വാക്കിന് അപ്പോഴേ ന്യായവിധി വന്നു കഴിഞ്ഞു. സ്നേർ എന്ന് പറയുന്നത് ഒരു വേടൻ കെണി വെച്ച് ഒരു പക്ഷിയെ പിടിക്കാനിരിക്കുന്ന പോലെ നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വീഴാൻ കാത്തിരിക്കുകയാണ് ഇവൻ. ആ വാക്ക് വീണ് കഴിഞ്ഞാൽ ബാക്കിയാവും നോക്കിക്കോളും. അപ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് തോന്നിയിട്ടുണ്ട്, ആ വാക്കിലാണ് അയാൾ കയറി പിടിച്ചത്. വാക്കിന് ശക്തിയുണ്ട്. ഒരിക്കൽ യേശു കർത്താവ് വിശുദ്ധ യോഹന്നാൻ 6 അധ്യായം അതിൻ്റെ 63 എത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വചനം ജീവനും ആത്മാവാണ്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവാണ്. അതാണ് സദൃശവാക്യങ്ങൾ 18:21 നമുക്ക് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലായിരിക്കുന്നത്. അപ്പോൾ നീ പറയുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ. ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 28-ാം വാക്യം എത്തിയപ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണാൻ കഴിയും, ഞാൻ കേൾക്കേ നിങ്ങൾ പറഞ്ഞതാണേ. ആ പറഞ്ഞ വാക്കിനനുസരിച്ച് ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവങ്ങൾ വീഴും. കാരണം എന്താ? പറയേണ്ട സമയത്ത് വാക്കുകൾ സൂക്ഷിക്കണമായിരുന്നു. പലപ്പോഴും രോഗങ്ങൾ, ശാപങ്ങൾ, ബന്ധനങ്ങൾ, തകർച്ചകൾ, ഇതിലെല്ലാം പലതും വരുന്നത് നമ്മുടെ വായ കൊണ്ട് വരുന്ന മിസ്റ്റേക്കുകൾ. ഞാൻ ആഗ്രഹിക്കുന്നതേ പറയാവൂ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ അത് നമുക്കിങ്ങനെ കാണാൻ കഴിയും, അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകുന്നു. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്നതല്ല. അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മുടെ സംസാരത്തിലെ നമ്മുടെ അവിശ്വാസം വ്യക്തമാണ്. ദൈവത്തെ സംശയിക്കരുത്. ദൈവത്തിന് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് ദൈവത്തെ സംശയിക്കരുത്. അതുകൊണ്ട് ആ ശിഷ്യന്മാരോട് പറഞ്ഞു, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. കാരണം എന്തായിരുന്നു? അവിശ്വാസം. ദൈവത്തിന് കഴിയത്തില്ലെന്നൊരു സംശയം വന്നാൽ പോയി. ഈ സംശയം വരാനുള്ള കാരണം തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ദിവസം കൂടുതൽ നമുക്ക് ലഭിക്കുന്ന ന്യൂസ്, എൻ്റർടൈൻമെൻറ്റ്, ഫുഡ്, നറിഷ്മെൻറ്റ്, റെസ്റ്റ്, ഇതെല്ലാം ആത്മാവിനുള്ളതിനേക്കാൾ കൂടുതൽ ജഡത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 24/7 നമുക്ക് കിട്ടുന്ന നമ്മൾ സമയം ചെലവഴിക്കുന്നത് ഇപ്പോൾ കിട്ടുമ്പോൾ അത് മുഴുവനും ആത്മാവിനല്ല, ജഡത്തിനാണ്. പിന്നെ എങ്ങനെ വിശ്വാസം വർദ്ധിക്കുന്നേ? അപ്പോൾ അതേ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യം മുതൽ തുടങ്ങിയാൽ അറിയാം, ഇവരുടെ പിറുപിറുപ്പ് യഹോവ കേട്ടു. അവരെ കൊണ്ട് ദൈവത്തെ സംശയിച്ചതാണ് അവർ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ ഹൃദയത്തിലുള്ളതാണ് വായിൽ വരുന്നത്. അപ്പോൾ 12 പേരെ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ അയച്ചു. വാഗ്ദത്ത ദേശത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഒരൊറ്റ കാരണം സംശയം മാത്രമല്ലായിരുന്നു,
സംശയം അവർ പറഞ്ഞു എന്നുള്ളതാണ്. നമ്മെക്കൊണ്ട് കഴിയത്തില്ല, ശത്രു നമ്മെക്കാൾ വലിയവനാണ്. ഈ 12 പേരിൽ 10 പേരുടെ റിപ്പോർട്ടും ബൈബിൾ പറയുന്നു ബാഡ് റിപ്പോർട്ട്. അതെന്തായിരുന്നു? ദൈവത്തിന് കഴിയത്തില്ല എന്ന് പറയുന്നതിൻ്റെ പേരാണ് ബാഡ് റിപ്പോർട്ട്. അത് ദൈവം ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല. 2 പേര് പറഞ്ഞു നമുക്ക് കഴിയും, നമുക്ക് കഴിയും. കാരണം എന്താ? നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ നമ്മുടെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല യഹോവ നമ്മോട് കൂടെ ഇരിക്കുന്നെങ്കിൽ. അതുകൊണ്ടാണ് യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 17-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ 2 എഴുതിയിട്ടുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. ദൈവത്തെ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഏത് തകർച്ചയിലും ഏത് പ്രയാസത്തിലും നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. ഓക്കെ, ഞാൻ ആ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഇപ്പം 2 പേര് കനാൻ ദേശം വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം അവരുടെ വിശ്വാസം അവർ വിളിച്ചു പറഞ്ഞു. നമുക്ക് കഴിയും, നമ്മെക്കൊണ്ട് കഴിയും, നമുക്ക് കഴിയും കഴിയും കഴിയും. നമ്മെക്കൊണ്ടല്ല, ദൈവം നമ്മോട് കൂടെ ഉണ്ടാക്കിയില്ല. ആ വാക്കാണ് അവർക്ക് മുമ്പേ പോയത്. നിങ്ങളുടെ വാക്ക് പോകുന്നിടത്തേ നിങ്ങൾക്ക് പോകാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് നമ്മുടെ മനസ്സായിരുന്നു. നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തിച്ചിട്ട് ഒരിക്കലും ഒരു പോസിറ്റീവ് ലൈഫ് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആറ്റിറ്റ്യൂഡാണ് ആൾട്ടിറ്റ്യൂഡിനെ മാറ്റുന്നത്. ആറ്റിറ്റ്യൂഡാണ് ആൾട്ടിറ്റ്യൂഡിനെ മാറ്റുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് മെൻറ്റാലിറ്റിയും പോസിറ്റീവ് ലൈഫും പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ ചിന്ത പോകുന്നിടത്തേ നിങ്ങളുടെ വാക്ക് പോകത്തുള്ളൂ. നിങ്ങളുടെ ചിന്ത പോകുന്നിടത്തേ നിങ്ങളുടെ വാക്ക് പോകത്തുള്ളൂ. നിങ്ങളുടെ വാക്ക് പോകുന്നിടത്തേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല? ഒന്ന്, നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾ. നിങ്ങളുടെ ചിന്തയുടെ ടോട്ടൽ ഔട്ട്പുട്ടാണ് നിങ്ങൾ. ഇനി നിങ്ങളുടെ വാക്ക് പോകുന്നിടത്തേ നിങ്ങൾക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഇന്ന് നിങ്ങളുടെ ലൈഫ് കണ്ടാൽ എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ സംസാരിച്ചു, അതിൻ്റെ എല്ലാം ആകെ തുകയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫ്. ഇനി നാളെ നിങ്ങൾക്കൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ എനിക്കടക്കം ദൈവാത്മാവ് സംസാരിക്കുന്നത് നിങ്ങളോട് മാത്രമല്ല, എന്നോടും കൂടെ. അപ്പം ഞാൻ സംസാരിക്കുന്നെങ്കിലും ദൈവം പറയുന്ന ദൂത് ഞാനും കൂടെ ഏറ്റെടുക്കുകയാണ്. എനിക്ക് അടുത്ത ലെവലിലേക്ക് കയറണം. എനിക്ക് പട്ടണങ്ങൾക്ക് ഞാനൊരു അനുഗ്രഹമാകണം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കൊരാഗ്രഹമുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റുക, എന്നിട്ട് അത് കൺഫസ് ചെയ്യുക. കാരണം വിശ്വാസം വിളിച്ചു പറയണം, എന്നിട്ടാണ് ആക്ഷൻ. ഇപ്പോൾ യായിറോസ് പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് അത്യാസന്ന നിലയിൽ കഴിയുന്ന മകൾക്ക് വേണ്ടി യേശുവിനെ പ്രാർത്ഥിക്കാൻ യായിറോസ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് 12 വർഷം ബ്ലീഡിങ് ഇഷ്യൂ ആയ ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. സാഹചര്യങ്ങളൊന്നും വകവയ്ക്കാതെ യേശു കർത്താവിനെ എങ്ങനെയെങ്കിലും തുടരണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവളുടെ വിശ്വാസം എന്തായിരുന്നു? ഇവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ, യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ അവൾ സൗഖ്യമാകുമെന്ന അവളുടെ വിശ്വാസം. ആ വിശ്വാസം അവളകത്തുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഇവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്ന് വിശ്വസിച്ചു എന്നല്ല, വിശ്വസിച്ചത് അവൾ പറഞ്ഞു. എന്നിട്ട് പ്രവർത്തിച്ചു. അവൾക്ക് വിശ്വസിച്ച് നേരിട്ടങ്ങ് ചെയ്താൽ പോരെ. അപ്പോൾ പറയുന്നതിന് ശക്തിയുണ്ട്, വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതുകൂടാതെ ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു കർത്താവിന് വിശന്നപ്പോൾ അത്തിയുടെ കീഴിൽ ഫലം അന്വേഷിച്ചു, കിട്ടാത്ത വന്നപ്പോൾ ഇനി നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതിരിക്കട്ടെന്നൊരു വാക്ക് പറഞ്ഞു. ഒരു വാക്ക് വേരോടുകൂടെ കരിഞ്ഞു പോയില്ലേ? അതിന് ശിഷ്യന്മാർ പറഞ്ഞത്, ഗുരു, റബി, നീ ശപിച്ച. യേശു കർത്താവ് ശപിച്ചതൊന്നുമില്ല. യേശു കർത്താവ് എങ്ങനെ അത്തിയെ ശപിച്ചത്? പക്ഷേ ഒരു നെഗറ്റീവ് വേർഡ് അവിടുന്ന് പോയി.
നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതിരിക്കട്ടെ എന്നുള്ളത് ഒരു പോസിറ്റീവല്ല, ഒരു നെഗറ്റീവാണ്. നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതിരിക്കട്ടെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, റൂട്ടോടുകൂടെ കരിഞ്ഞുപോയി. കാരണം എൻ്റെ വചനം ജീവനും ആത്മാവുമാകുന്നു യേശു കർത്താവ്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയ അബ്രഹാം റോമർക്ക് എഴുതിയ ലേഖനം 4:17 ഇങ്ങനെ എഴുതി, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക. ഈ വിളിച്ചു വരുത്തുന്ന വാക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ ഇംഗ്ലീഷിൽ ഹെബ്രായർ 11:3 എഴുതിയിരിക്കുന്നത് വേൾഡ്, ദിസ് വേൾഡ്, ഈ ലോകം, ഫ്രെയിംഡ് ബൈ ഹിസ് വേർഡ്. ഈ ലോകം ഉണ്ടായത്, ലോകത്തെ ഉരുവാക്കിയത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതല്ല മനസ്സിന്ന് അത് കൺഫെഷനോടുകൂടെയാണ് പുറത്ത് വന്നത്. ദൈവം ഇതെല്ലാം അകത്ത് കൺസീവ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും പുറത്ത് വരത്തില്ലായിരുന്നു. അപ്പോൾ അകത്തുള്ള ഫെയ്ത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കൺഫെഷനിലൂടെയാണ്. മനസ്സിലായില്ലേ? ഇവൻ്റെ വസ്ത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും, എൻ്റെ വിശ്വാസത്തെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരിക. വിശ്വാസത്തെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ത്രൂ മൗത്ത്, കൺഫെഷൻ. അതുകൊണ്ട് നെഗറ്റീവ് ഒരിക്കലും നമ്മൾ പറയരുത്. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യം വരും, വിശ്വസിച്ചു, പറഞ്ഞു, തൊട്ടു, വിടുതലായി. ദൈവത്തിൻ്റെ സ്വഭാവം ഇല്ലാത്തതിനെല്ലാം ഉള്ളതുപോലെ കണ്ടിട്ട് അത് പറഞ്ഞു, അതെല്ലാം ഉണ്ടായി. ഒരു ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത് വാക്കുകൾ കൊണ്ടാണ്. അപ്പോൾ അത്രയും ശക്തിയുണ്ട് ഈ വാക്കിന്. അപ്പോൾ നമ്മൾ വെറുതെ വല്ലതൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം. വാക്കുകൾ വരുത്തുന്ന വിന ചെറുതല്ല. ഇന്നു മുതൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തെ സംശയിക്കുകയും ദൈവത്തെ അവിശ്വസിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് കൂടുതൽ. അതുകൊണ്ട് ഇന്നു മുതൽ ആ വാക്കുകൾ മാറ്റി എനിക്ക് കഴിയും, എനിക്ക് കഴിയും. കാരണം ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് കഴിയും. കാരണം ദൈവത്തിന് അസാധ്യമില്ലെങ്കിൽ എനിക്കും അസാധ്യമില്ല. യോശുവയുടെ പുസ്തകം 1:8 യോശുവോട് പറഞ്ഞു, ന്യായപ്രമാണം നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിട്ടും ഇരിക്കും. ദ ലോ ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഔട്ട് ഓഫ് ദൈ മൗത്ത്. ഒരു കാരണവശാലും നിന്നിൽ നിന്ന് അല്ല, നിൻ്റെ വായിൽ നിന്ന് ഈ വചനങ്ങൾ മാറിപ്പോകരുത്. എപ്പോഴും ഇത് നിൻ്റെ വായിൽ കാണും. രാവും പകലും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കൈമലർത്തിയിരിക്കുക എന്നല്ല. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഹഗ എന്നുള്ള ഹെബ്രായ വേർഡാണ് കൊടുത്തിരിക്കുന്നത്. ഹഗ. ഹഗ എന്ന് പറഞ്ഞാൽ റോർ, സ്റ്റഡി, ടോക്ക്, സ്പീക്ക്, മട്ടർ, അറ്റർ. ഇങ്ങനത്തെ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വാക്കുകളുണ്ട്. സിംഹം ഗർജിക്കുന്ന പോലെ അലറുവാൻ കൊടുത്തിരിക്കുന്നത് ഹഗ എന്നാണ്. അപ്പോൾ സ്പീക്ക് ദ വേർഡ്. ഈ വചനത്തിന് ശക്തിയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഒരിക്കൽ ശതാധിപൻ തൻ്റെ ബാല്യക്കാരന് പക്ഷപാതം പിടിച്ചപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെയാണ് അപേക്ഷിച്ചത്, എൻ്റെ വീട്ടിലേക്ക് നീ വരുവാൻ ഞാൻ യോഗ്യനല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകുന്നു. ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ഞാൻ പോകാൻ പറഞ്ഞാൽ പോകുന്നു, വരാൻ പറഞ്ഞാൽ വരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശു കർത്താവ് ഇവൻ്റെ വിശ്വാസത്തെ കണ്ടിട്ട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം വലിയത്. ഒരു ജാതീയനാണ്, യഹൂദനല്ല. നിൻ്റെ വിശ്വാസം
വലിയത്. കാരണം എന്താ? യേശുവിൻ്റെ വാക്കിൽ അവൻ ആശ്രയിച്ചത്. യേശു കർത്താവ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് ശാന്തമാകാൻ പറഞ്ഞു എന്നൊക്കെ നമുക്കറിയാം. ബിക്കോസ് ഹി വാസ് ക്യാരിങ് ദ പവർ ഇൻ ഹിസ് മൗത്ത്. യേശു കർത്താവ് ഉറക്കമുണർന്നത് കൊണ്ടൊന്നും കാറ്റ് ശാന്തമായില്ല, കാറ്റടങ്ങിയില്ല. യേശു കർത്താവ് സംസാരിച്ചപ്പോൾ മാത്രമാണ് കടൽ ശാന്തമായതും കാറ്റടങ്ങിയതൊക്കെ. അപ്പോൾ ബാലിക്കാരന് ഒരു കാര്യം അറിയാം, യേശു കർത്താവിൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് എനിക്ക് വിടുതലില്ല. ഈ യേശു കർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കണ്ടേ, സൗഖ്യമാകാൻ അവരോട് പറയണ്ട. അതിവിടുന്ന് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ വരണ്ട. അതിനാണ് ഈ വലിയ വിശ്വാസം എന്ന് പറഞ്ഞത്. യേശു കർത്താവ് പടകിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് യേശു കർത്താവ് ഉറക്കമുണർന്നില്ലേ? കാറ്റടങ്ങിയില്ലല്ലോ. എപ്പോൾ യേശു കർത്താവ് സംസാരിച്ചു അപ്പോഴാണ് വിടുതൽ നടന്നത്. അപ്പോൾ എത്ര വലിയ പ്രതികൂലമായാലും എത്ര വലിയ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ പോയാലും വാക്കുകൊണ്ട് അതിനെ നിയന്ത്രിക്കുവാൻ കഴിയും. കാരണം ജീവൻ നമ്മുടെ വായിലുണ്ട്, നമ്മുടെ നാവിൽ ജീവൻ.